ദ മോസ്റ്റ് വെയിറ്റഡ് തലയോർ 171 അതിന്റെ ടൈറ്റിൽ പ്രോമോ ജസ്റ്റ് ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. കൂലി എന്നാണ് അതിൽ പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ലോകേഷിന്റെ കഴിഞ്ഞ 2 സിനിമ എടുത്ത് നോക്കുകയാണെങ്കിലും ലിയോ ആണെങ്കിലും വിക്രം ആണെങ്കിലും കിഡിലം പ്രോമോസ് ആണ് അതിന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് അതിന് മ്യൂസിക്കും. കാരണം ആ ഒരു പ്രോമോനെ ഏറ്റവും എടുത്തു നിൽക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിരുന്നു ആ 2 പ്രോമോക്ക് വെച്ചിട്ടുണ്ടായി. പക്ഷെ എനിക്കെന്തോ കൂലിയിലേക്ക് വന്നപ്പോൾ ആ ഒരു പ്രോമോയുടെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഡൗൺ ആയ പോലെ തോന്നി. കാരണം അനിരുദ്ധ് തന്നെ ഇത് ചെയ്തു എന്നുള്ള രീതിയിൽ അത്രയും വീക്കായ പോലെ എനിക്ക് തോന്നി മ്യൂസിക്. പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത പോലെ തോന്നി. പക്ഷെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി എടുത്ത് പറയാതെ, കാരണം ഗിരീഷ് ഗംഗാധരൻ വീണ്ടും വിക്രത്തിന് ശേഷം ലോകേഷായിട്ട് ഒരുമിക്കുകയാണ്. അപ്പോൾ കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്ലാക്കും ഒരു ഗോൾഡിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിന് ഗോൾഡിനും ടൈമിനും എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അത് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ച് നോക്കി ഇതിൻ്റെ, കാരണം ഈ പ്രോമോ വരുന്നതിന് മുമ്പ് പറഞ്ഞ പോസ്റ്റേഴ്സിൽ ഇവരെല്ലാം കാണിക്കുന്നതായിരുന്നു. അതായത് ആദ്യത്തെ പോസ്റ്റേഴ്സ് തൊട്ട് ഒരു വാച്ച്, പിന്നെ ഇങ്ങനെ വാച്ചിൻ്റെ എണ്ണം കൂടി വന്നു. അപ്പോൾ ടൈമിന് ഈ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പ്രോമോ വന്നതിൽ അതിലൊരു ഗോൾഡിഷ് കളറാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിനും ഗോൾഡിനെയും ബേസ് ചെയ്ത് എന്തോ കാര്യമായിട്ട് സംഭവമാണ് ലോകേഷ് വെക്കുന്നതെന്നുണ്ട്. ഇതും ആദ്യം ലോകേഷിൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന സിനിമയാണ് LCU ആണോ എന്ന്. നമുക്കറിയാൻ പാടില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഇനി LCU കണക്ട് വരുവാൻ ചാൻസും കുറവാണ്. കാരണം ഈ പ്രോമോയിൽ ടീസർ പ്രോമോയിൽ ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടിട്ട് എനിക്കൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്റ്റാൻഡ് ലോൺ പടം തന്നെ രജനീകാന്ത് വെച്ച് ചെയ്യാനാണ് സാധ്യത. ഇനി ഇത് LCU ആയിട്ട് കണക്ട് ചെയ്യിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഒരു ടൈറ്റിൽ പ്രോമോ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോകേഷിനെ ഇതുവരെ ചെയ്ത പ്രോമോസിൽ ഏറ്റവും വീക്കസ്റ്റ് പ്രോമോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നത്തിങ് ഇംപ്രസീവ്. കാരണം ജസ്റ്റ് ഓക്കെ ഒരു ടൈറ്റിൽ പ്രോമോ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം. അതല്ലാതെ ഒരു ലോകേഷിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു പ്രോമോ ഇങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷ. കുറച്ചധികം പ്രതീക്ഷ. അവർ അങ്ങനത്തെ ഒരു പ്രതീക്ഷയുടെ രീതിയിലുള്ള പ്രോമോസിനുള്ള പോസ്റ്റേഴ്സും എന്തൊക്കെയോ ഭയങ്കര പ്രതീക്ഷ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിനുള്ള പരിപാടിയൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം അങ്ങനത്തെ ഒരു പ്രോമോ. എന്തായാലും കൂലി എന്തായിരിക്കും അറിയാൻ വെയിറ്റിംഗ് ആണ്. കാരണം ലോകേഷിൻ്റെ ലോകേഷാണ് ഇത് ചെയ്യണമെന്നുള്ള അതിനൊരു സംഭവം മെയിനായിട്ട്. പിന്നെ ഈ ഒരു രജനീകാന്തായിട്ട് ലോകേഷിൻ്റെ ഒരു കോംബോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ തമിഴ്നാട്ട് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും മറ്റ് സ്റ്റേറ്റിലടക്കം ആൾക്കാർ നോക്കുന്ന ഒരു കോമ്പിനേഷനാണ് ലോകേഷ് രജനീനെ എങ്ങനെയായിരിക്കും സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോമോയും ടീസറും ട്രെയിലറും ഇതൊന്നും ജസ്റ്റ് ഇങ്ങനെ വാല്യൂറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സിനിമ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും വരാം. എന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് കാണിക്കാം. എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ ഒരു പ്രോമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഇമ്പ്രസീവായിട്ട് ഒന്നും തോന്നിയില്ല. എന്താ നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ കമൻ്റായിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ അറിയാൻ പറ്റും. ബൈ.